എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഭൂലോക വൈകുണ്ഠം എന്ന പ്രസിദ്ധിയാർജിച്ച ഗുരുവായൂർ ക്ഷേത്രത്തിലെ മാഹാത്മ്യം വളരെ മഹത്വമുള്ളതാണ്. സൃഷ്ടാവായും രക്ഷിതാവായും ഭക്തർക്ക് അഭയവും ആശ്രയവുമായി ആനന്ദമൂർത്തിയായ ഉണ്ണിക്കണ്ണൻ അവിടെ ഇങ്ങനെ വിളങ്ങുകയാണ്. ഗുരുവായൂരപ്പൻ്റെ ദർശന പുണ്യം ലഭിക്കുക എന്നത് ജന്മാന്തര സുഹൃതമായിട്ടാണ് കണക്കാക്കുന്നത്. ഗുരുവായൂരിൽ 3 മണിക്ക് നട തുറക്കും. നിർമാല്യ ദർശനം മുതൽ തൃപ്പുക വരെയുള്ള സമയങ്ങളിൽ ഭഗവാൻ വിവിധ ഭാവങ്ങളിലാണ് ദർശനം നൽകുന്നത്. ഭഗവാന്റെ നിർമാല്യ ദർശനം സർവ്വ പാപങ്ങളും അകറ്റി നിർമ്മലരാക്കുന്നു എന്നതാണ്. വാഗച്ചാർത്ത് ദർശിച്ചാൽ അരിഷ്ടതകൾ മാറുന്നു. തൈലാഭിഷേക ദർശനം രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതും പാലഭിഷേകം ദർശിച്ചാൽ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണവും ലഭിക്കുന്നതാണ്. ബാലഗോപാല ഭാവത്തിൽ ഭഗവാന്റെ രൂപം ദർശിച്ചാൽ സന്താനങ്ങൾക്കുള്ള ദുരിതം മാറുന്നു. ശംഖാഭിഷേകം ദർശിച്ചാലോ ഫലം ധനാഭിവൃദ്ധിയാണ്. മനസമാധാനത്തിനും നേത്രരോഗശമനത്തിനും പന്തീരടി പൂജ കണ്ടു തൊഴുന്നത് ഉത്തമമാണ്. ശ്രീവേലി ദർശനം കേസ് വഴക്കുകൾ അതുപോലെ അതിൽ നിന്നെല്ലാം വിജയിക്കുന്നതിന് സഹായിക്കുന്നു. ശ്രീഭൂതബലി ദർശിക്കുന്നതോ സന്താനലബ്ധി ധനസമൃദ്ധി എന്നിവ ലഭ്യമാകുന്നു. ദീപാരാധന തൊഴുന്നത് ദാമ്പത്യ വിജയത്തിനും പ്രണയ സാഫല്യത്തിനും ഉത്തമമാണ്. അത്താഴ പൂജ സമയത്ത് ഭഗവാനെ ദർശിച്ചാൽ ദാരിദ്ര്യശമനം രോഗശമനം കീർത്തി എന്നിവ ലഭിക്കുന്നു. തൃപ്പുക സമയത്തുള്ള ഭഗവത് ദർശനം മോക്ഷലബ്ധി പ്രാപ്തമാക്കുന്നു. വ്യാഴദോഷങ്ങൾ അകന്ന് ഈശ്വരാധീനം ലഭിക്കുന്നതിന് ഗുരുവായൂരിൽ ഒരുപാട് വഴിപാടുകൾ നടത്തി വരുന്നുണ്ട്. അത് വളരെ നല്ലതുമാണ്. ഗുരുവായൂരിലെ കൃഷ്ണനാട്ടം വഴിപാട് വളരെ പ്രസിദ്ധവും ഫലസിദ്ധി ലഭിക്കുന്നതാണ്. വിവാഹ തടസ്സം മാറുന്നതിനും സന്താനലബ്ധിക്കും ധാരാളം പേര് കൃഷ്ണനാട്ടം വഴിപാടായിട്ട് നടത്താറുണ്ട്. തുളസിമാല താമരമാല വെണ്ണ നിവേദ്യം നെയ്വിളക്ക് മഞ്ഞപ്പട്ട് പാൽപ്പായസം എന്നിവയാണ് കൃഷ്ണപ്രീതിക്കായുള്ള പ്രധാന വഴിപാടുകൾ. വൈശാഖ മാസത്തിലെ അക്ഷയ തൃതീയ അഷ്ടമി രോഹിണി നവരാത്രി ചിങ്ങമാസത്തിലെ തിരുവോണം മേടവിഷു മുതലായ വിശേഷങ്ങൾ ഗുരുവായൂരിൽ ആചരിക്കപ്പെടുന്നുണ്ട്. വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായിട്ട് ആചരിക്കപ്പെടുന്നത്. അന്ന് ഏകാദശി വ്രതമെടുത്ത് തുളസി ദളങ്ങളാൽ ഭഗവാനെ പൂജിക്കുന്നത് കോടാനുകോടി പുണ്യം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭഗവാന്റെ അടുത്ത് വരാൻ നമ്മൾ ഒരു എന്താ പറയുക ഒന്നുമില്ലെങ്കിലും നമ്മുടെ കുചേലൻ വന്ന പോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ഒരു പിടി അവിലുമായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഭഗവാന്റെ അടുത്ത് വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അവിടേക്ക് എത്താൻ പറ്റുക എന്നുള്ളത് തന്നെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.